വെൽക്കം വ്യൂസ്. ഇന്ന് മാർക്കറ്റ് രാവിലെ കുറച്ചൊരു സെൽ ഓഫ് വന്നിട്ടുണ്ടെങ്കിലും ക്ലോസിങ് നല്ല ക്ലോസിംഗ് ആ മാർക്കറ്റ് തന്നത്. സോ അതെല്ലാം കൊണ്ട് ഞാൻ വിചാരിക്കുന്ന നിഫ്റ്റി വരും ദിവസങ്ങളിൽ 25,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഒരു കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമേർജർ വരുന്നുണ്ട്. അത് അവർ പറയുന്ന 1:1 ഷെയർ കൊടുക്കുന്നതാണ് പറയുന്നത് കേൾക്കുന്നത്. സോ ലെറ്റ് us see ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമേർജ്. പക്ഷേ മെയിൻലി ഇത് മെറ്റൽ സ്റ്റോക്സ് ആണ് കൂടുതൽ ചെയ്തത്. മെറ്റൽ സ്റ്റോക്സിൽ നന്നായി ചെയ്ത സ്റ്റോക്ക് KOCL, എല്ലാവിധ മെറ്റൽ സ്റ്റോക്സ് എൻ്റെ പറഞ്ഞ ടാറ്റ സ്റ്റീൽ, GSW, നാൽക്കോ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽക്കോ, NMDC, വേദാന്ത. സോ ഓൾ ദിസ് മെറ്റൽ സ്റ്റോക്സ് നൗ പെർഫോമിങ്. സോ നിങ്ങൾ മെറ്റൽ സ്റ്റോക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങൾ മെറ്റൽ സ്റ്റോക്സ് അങ്ങനെ. പക്ഷേ ഓൾറെഡി വളരെ ഹൈയിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ മെറ്റലിനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാൽ ഈ ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ മുകളിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഞാൻ കാണുന്ന ഒരു കമ്പനി, നല്ലൊരു കമ്പനി കാണുന്ന കോൾ ഇന്ത്യ ആണ്. കോൾ ഇന്ത്യക്ക് ഇനി മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. സോ കോൾ ഇന്ത്യ ഷുഡ് ഡു വെൽ. ആൻഡ് വേറൊരു സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ NMDC, KOCLൊക്കെ നല്ല മൂവ്മെൻറ്റാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. സോ നാച്ചുറൽ അസറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ, നാച്ചുറൽ അസറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ? നാച്ചുറൽ അസറ്റ്സ് ഹാവ് നോ നാച്ചുറൽ ഓണേഴ്സ് അല്ലേ? നമ്മൾ ആലോചിക്കണം. ഇന്നിപ്പം ഈ മിക്ക മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും പെട്രോളിയം റിസോഴ്സ്, ലോഡ് ഓഫ് പെട്രോൾ അവർ ഡ്രിൽ ചെയ്യുന്നുണ്ട്. സോ പെട്രോളിന് വേണ്ടിയിട്ടാണ് ലോകത്ത് വലിയ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ വാറായാലും ശരി, ലിബിയയിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ആയാലും ശരി, മിക്കവാറും ഈ ആഫ്രിക്കൻ കൺട്രീസിലുള്ള ഈ നൈജീരിയ ഇതുപോലുള്ള കൺട്രികളിൽ ഉള്ള ഈ പൊളിറ്റിക്കൽ വാർസ് ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ഇതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ദി പീപ്പിൾ ദി വാണ്ട് ടു ചേസ് ഫോർ ദി നാച്ചുറൽ റിസോഴ്സസ്. ആ നാച്ചുറൽ റിസോഴ്സസിന് നോ നാച്ചുറൽ ഓണേഴ്സ്. ഈ ഫിഷ് ഓഫ് ദ സീ, ഹൂ ഓൺസ് ദ ഫിഷ് ഓഫ് ദ സീ എന്ന് ചോദിച്ചപ്പോൾ നാച്ചുറൽ റിസോഴ്സ് ദർ ഈസ് നോ ഓണേഴ്സ്. എനിബഡി ക്യാൻ ഗോ ആൻഡ് ഫിഷ് ഓൺ സീ. അതുപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ എന്താ വെച്ചാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾ ഇൻ പൊസസിങ് ദി നാച്ചുറൽ റിസോഴ്സസ്. ആൻഡ് ദർ ഇസ് എ കോസ്റ്റ് ഓഫ് സ്ട്രഗിൾ ഓൾസോ ഫോർ ദാറ്റ്. സോ അതെപ്പോൾ ഒരു വയലൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള കൺട്രികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓൾവേസ് വയലൻസ് ഈസ് ദർ. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുവിധ എല്ലാ കൺട്രികളും നോക്കുക, ഏത് കൺട്രിയിലാണ് വയലൻസ് ഇല്ലാത്തത്? പിന്നെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഈ നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ദേ ഹാവ് ദി റൈറ്റ് ടു എക്സ്പ്ലോയിറ്റ് ദ നേച്ചർ. അതൊരു നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. ആ നാച്ചുറൽ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർക്ക് പൊളിറ്റിക്കൽ പവർ വേണം. ആൻഡ് ഈ പൊളിറ്റിക്കൽ പവർ എക്വിസിഷൻ ചെയ്യാനാണ് ഇവർ ആദ്യം അവർ നോക്കുക. അപ്പോൾ ഇറാനിലും ഇറാഖിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും സിറിയയിലായാലും ശരി, എല്ലാ കൺട്രികളിലും ശരി, ഇവർ ആദ്യം പൊളിറ്റിക്കൽ പവർ ക്യാപ്ചർ ചെയ്യാൻ നോക്കും. ദെൻ ദേ സ്റ്റാർട്ടഡ് സ്ലോലി എക്സ്ട്രാക്ടിങ് ദി നാച്ചുറൽ വെൽത്ത്. അപ്പോൾ എല്ലാവിധ നിയമങ്ങളും കോടതികളും എല്ലാം ഇവർക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു റിവാർഡ് ദർ സപ്പോർട്ടേഴ്സ് ആൻഡ് പണിഷ് ദർ ഓപ്പണൻറ്റ്സ്. സോ അതാണ് വലിയൊരു നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഐ തിങ്ക് ദർ ഓണർഷിപ്പ് ഷുഡ് ബി റെഗുലേറ്റഡ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ടെക്നോളജി വന്ന് പണ്ട് കാലത്ത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്ട്രാക്ട് ഓയിൽ എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഓയിൽ എക്സ്ട്രാക്ഷൻ കുറച്ചും കൂടി ചീപ്പറായി ബിക്കോസ് ഓഫ് ദി ടെക്നോളജി ഡെവലപ്ഡ് ആൻഡ് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നുകൊണ്ട്. സോ അതുകൊണ്ട് ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഓയിൽ കുറച്ച് ചീപ്പറാകാൻ തുടങ്ങി. നമുക്ക് ഈ ഓയിൽ പല കൺട്രിയിൽ നിന്ന് വാങ്ങുന്നത് ഓയിൽ. പക്ഷേ ഈ നാച്ചുറൽ റിസോഴ്സ്, ഫോർ എക്സാമ്പിൾ റഷ്യക്ക് അത്രയധികം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ആ റഷ്യ എന്നൊരു കൺട്രി ജനങ്ങൾ അത്ര വലിയ റിച്ച് ഒന്നുമില്ല. കാരണം വെച്ചാൽ ഈ ദേ ഡിസ്ട്രിബ്യൂട്ട് ദ നാച്ചുറൽ റിസോഴ്സസ് ഈക്വലി അമോങ് ഓൾ ദ പീപ്പിൾ. റഷ്യയിലെ എല്ലാ ആൾക്കാരും വളരെ റിച്ച് ആയിരിക്കും. സോ റഷ്യയിൽ ഇന്നിപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സ് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ വാറിന് വേണ്ടി യൂസ് ചെയ്യുക, മറ്റുള്ള യാതൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാണ്ട് ദേ മേക്ക് വെപ്പൺസ് ആൻഡ് ദേ encroach other country and he's Putin is doing like a Stalin. സോ ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് വേറൊരു കാര്യമാണ്. പിന്നെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ട് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമ്മളെല്ലാവരും കാറിലും മറ്റുള്ള ഇതിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കണം എന്തൊരു ചൂടാണ് പുറത്തിറങ്ങിയാലും. വളരെ വളരെ ചൂട്. പണ്ട് കാലത്തെ വെതറൊന്നുമല്ല ഇപ്പോൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ ഈ കാർബൺ എമിഷൻ ഫ്രോം ദ വെഹിക്കിൾസ്. ഇത്ര വെഹിക്കിൾസ് ആ നാട്ടിൽ ഇപ്പോൾ കൂടിയിട്ടില്ല. പണ്ടത്തെ പോലത്തെ അത്ര വെഹിക്കിൾസ് ഒന്നുമില്ല. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ വെഹിക്കിൾസാണ്.
സോ കാർബൺ എമിഷൻ ഇറ്റ് വിൽ ഓവർ ഹീറ്റ് ദ പ്ലാനറ്റ്. അതാണ് വലിയൊരു പ്രശ്നം. ദാറ്റ് ഈസ് വൺ തിങ് ഐ വോണ്ട് ടെൽ. സോ എനിവേ, ഞാനിന്ന് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ മാർക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ വേറൊരു വലിയൊരു ഇഷ്യൂ വരുന്നത് IPO വരുന്നത് LG ഇലക്ട്രോണിക്സിൻ്റെ. അത് LG ഇലക്ട്രോണിക്സിൻ്റെ IPO അത്രയാണ് പ്രൈസിങ് ചെയ്യുന്നില്ല, വന്നിട്ടില്ല. സോ LG ഇലക്ട്രോണിക്സ് അവർ വലിയൊരു ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കേണ്ട പരിപാടി അവർക്കുള്ളത്. അതുപോലെ മെട്രോ ബ്രാൻഡ്സ് അവരും റേസ് ചെയ്യാൻ പോകുന്നുണ്ട് IPO. സോ ഇന്ന് വേറൊരു സ്റ്റോക്ക്, ഈ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, IHC എന്നാണ് പറയുന്നു. അബുദാബിയിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ സമ്മാൻ ക്യാപിറ്റൽ എന്നുള്ള, അത് പഴയ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണത്. ഇന്നത് കുറേ മൂവിയിലുണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ നമ്പേഴ്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് വലിയതൊന്നും തോന്നില്ല. കാരണം വെച്ചാൽ അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ്. ഇപ്പോൾ സ്റ്റോക്കിന് ലോങ് ടേമിൽ ഇവർ എടുത്തുകൊണ്ട് നന്നാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് പെർ ദി കറണ്ട് സീനറി എനിക്ക് ഞാൻ ആ IPO, ഞാൻ ആ സ്റ്റോക്കിൽ വലിയൊരു ഒരു 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 എനിക്കൊരു വലിയ സ്ട്രെങ്ത് കാണുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. പിന്നെ വേറൊരു കാരണം ഞാൻ പറഞ്ഞ ഈ നാച്ചുറൽ അസറ്റ്സ്, ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് സൗദി അറേബ്യ അല്ലെങ്കിൽ അബുദാബിയിൽ അഡ്നോക്ക് ഓയിൽ പ്രൊഡക്ഷൻ. See, these people, they have we are the custodian of the natural assets, and we have ethically obliged to pass on to the future generations. ഈ കാണുന്നതൊക്കെ, ഈ നാച്ചുറൽ അസറ്റ്സ് ഒക്കെ നമ്മളെല്ലാം യൂസ് ചെയ്ത് തീർക്കുന്നത്. യു ഹാവ് ടു പാസ് സംതിങ് ടു അവർ ഫ്യൂച്ചർ ജനറേഷൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ്, ദ ബോട്ടം ബില്യൺ കൺട്രീസ്, അവർ പറയുന്നത് വെച്ചാൽ അവർക്കൊരു സസ്റ്റൈനബിൾ ബെനിഫിറ്റ് ടു ഓർഡിനറി സിറ്റിസൺ കൊടുക്കണമെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സസ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ പറ്റും. സോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ്, ദ ഡിക്റ്റേറ്റർ യൂസ് ദ നാച്ചുറൽ റിസോഴ്സ്. അവരെന്തെങ്കിലും കാണിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ പണ്ട് സദാം ഹുസൈൻ ഇറാഖിൽ ചെയ്ത പോലെ, ഈ കൺട്രോൾസ് ഓൾ ദ വെൽത്ത്, ഹി ഡസൻ ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ടു ദ സിറ്റിസൺസ്. സോ ഫൈനലി വാട്ട് ഹാപ്പൻഡ് ഇൻ ഇപ്പോൾ ഈ ലിബിയയിലെ ഗദ്ദാഫിനെ നോക്കും, ഓൾ നാച്ചുറൽ റിസോഴ്സ് അയാളുടെ ഫാമിലിയും they kept in Swiss bank or foreign fund law, use foreign countries are investing, and they just spend a very little amount of money for bottom people. So ഇതൊക്കെയാണ് ഇതിൻ്റെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വലിയൊരു പ്രശ്നങ്ങളും. സോ ഈ പലപ്പോഴും പല ആൾക്കാരും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ നാച്ചുറൽ വെൽത്ത് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഇറ്റ് ഇസ് ബൈ ചാൻസ് എന്ന് പറയുന്നുണ്ട്. സോ തിങ് ഈസ് ദാറ്റ് ഐദർ വേ, ഈ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച്, ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് ടൊയോട്ട, ഫോർഡൊക്കെ. ദേ ഡോണ്ട് ഓൺ ഓയിൽ വെൽ. അവർക്ക് ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഓയിൽ വെൽസോ എന്തുകൊണ്ട് അവർ കൺട്രോൾ ചെയ്യുന്നില്ല? കാരണം ഇവരാണ് ഏറ്റവും അധികം ഓട്ടോമൊബൈലിൽ ഓയിൽസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അവരെ പെട്രോളിൽ അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ബ്രൂണായി, കുവൈത്തൊക്കെ എടുക്കാൻ വെച്ചാൽ ഹ്യൂജ് നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷേ അവർക്ക് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ദേ ഹാഡ് ടു, വെൻ ദേ ടേക്ക് ദ നാച്ചുറൽ റിസോഴ്സ്, ദേ ഹാഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ടു ദി പബ്ലിക് ഓൾസോ സം വെൽത്ത്. താങ്ക് യു ഫോർ ബീയിങ് മൈ ചാനൽ.